ഞാൻ സിദ്ധാർത്ഥ വിമൽ. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മധുരമുള്ള പലഹാരം. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് നേരെ പോവാം. ഹായ്, കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇല കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് ചേർക്കുക. പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി കെറ്റിലിനകത്തിൽ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കുറേശ്ശെ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഞാൻ എടുത്ത പൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, നമ്മളെടുത്ത കണക്കനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതിലും കുറച്ചും കൂടെ തേങ്ങ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ കുറച്ചുകൂടെ എടുക്കേണ്ടി വന്നു. പിന്നെ വേണ്ടുന്നത് ശർക്കര. ഞാൻ ശർക്കര പാനീയമാക്കി വെച്ച് അങ്ങനെയല്ല എടുക്കുന്നത്. അത് ഡയറക്റ്റ് ശർക്കര എടുത്തിട്ട് ചിരണ്ടി ഇടുകയാണ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ഉപയോഗിക്കുക. ഓരോരുത്തർക്കും മധുരം വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ജീരകപ്പൊടി. അത് നമ്മൾ എത്രയും തേങ്ങയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ജീരകപ്പൊടി ചേർക്കുക. പിന്നെ എടുത്തേക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. അതും ഒരു ശകലം, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചുക്കുപൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു ശകലം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മധുരവും എല്ലാം ഇവിടെ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പരുവമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ആദ്യം നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവ് എടുത്ത്, അതിൻ്റെ ചൂടിപ്പോൾ പോയിട്ടുണ്ട്, നമുക്ക് കൈയിട്ട് എടുക്കാൻ പരുവത്തിനുള്ള ചൂടായിട്ടുണ്ടത്. അപ്പം ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇലയിലോട്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് എടുക്കാം. ഇലയിൽ പരത്തുമ്പം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കൈ മുക്കിയതിന് ശേഷം മാവ് ഇലയിൽ പരത്താൻ നോക്കിയില്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടി പിടിക്കുന്ന പോലെ വരും. അപ്പം അതിനാണ് വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തുന്നത്. കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ പരത്തുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് ഇലയിൽ പരത്താം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മാവിൻ്റെ അളവിന് എനിക്ക് 4 ഇലയടയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് എടുത്ത് ഒന്ന് നിരത്തിയിട്ട് പകുതി ഭാഗം വരെ നിരത്തി മടക്കുക. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ, ബാക്കി ഇനി ഒരു 3, എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ള ഇല, അപ്പം അതിനനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്.
ഈ ഇഡലി പാത്രത്തിൽ ഒരുപാട് വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം. നമ്മൾ 4 അടയാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അത് ഒന്ന് ആവി കയറാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് പാത്രം വെച്ച് അതിലേക്ക് അട ഇനി എടുത്ത് വെക്കാം. ഒരു സൈഡൊന്ന് ആവി കയറുന്നിടം വരെ വെച്ച് ആ അടിയിലത്തെ സൈഡൊന്ന് ആവി കയറി അതിന് ശേഷം ഇതൊന്ന് തിരിച്ച് വെച്ച് അടുത്ത ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ആവി കയറണം. എന്നാലേ നല്ലതായിട്ട് എല്ലാ സൈഡും വെന്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് ആവി കയറിയിട്ടുണ്ട്, ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് അടുത്ത സൈഡിലും കൂടെ ആവി കയറാൻ പാകത്തിന് മറിച്ചിട്ട് കൊടുക്കുക. അല്ല, ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ആവി കയറാൻ വേണ്ടിയിട്ട്. അട റെഡി ആയിട്ടുണ്ട്, അത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്, മധുരമൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മോനെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ്റെ അനുസരിച്ചുള്ള മധുരമാണ്, എന്നാലും ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.